തഫ്സീറുൽ ബൈളാവി ക്ലാസ് 16. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ വലി ഉസ്താദി വലി മുസന്നിഫി ഹാദൽ കിതാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനാ അഹാദീസു കസീറ മിൻഹാ മാ റവാ അബൂ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം ഖാല ഫാത്തിഹത്തുൽ കിതാബി സബ്ഉ ആയാത്തിൻ ഊലാഹുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖൗലു ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൽ ഫാത്തിഹ വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തൻ. വമിൻ അജ്ലിഹിമ ഇഖ്തുലിഫ ഫീ അന്നഹാ ആയത്തും ബിറഅസിഹാ അം ബിമാ ബഅദഹാ വൽ ഇജ്മാഉ അലാ അന്ന മാ ബൈന ദഫ്ഫതൈനി കലാമുല്ലാഹി സുബ്ഹാനഹു വതആല വൽ വിഫാഖു അലാ ഇസ്ബാതിഹാ ഫിൽ മസാഹിഫ് മഅൽ മുബാലഗത്തി ഫീ തജ്രീദിൽ ഖുർആനി ഹത്താ ലം തുക്തബ് ആമീൻ. ഇതാണ് ഇന്ന് നമുക്ക് പറയാനുള്ള ഭാഗം. നമ്മളിപ്പോൾ പറഞ്ഞു വച്ചത് ബിസ്മി ഫാത്തിഹയിലും മറ്റധ്യായങ്ങളിലും പെട്ടതാണ്, പെട്ടതല്ല, രണ്ട് പക്ഷമുണ്ട്. രണ്ടു പക്ഷത്തെയും വിശദീകരിച്ചു. ഇനി ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി തങ്ങൾ പറയാണ്, വലന നമുക്ക് അനുകൂലമായിട്ടുണ്ട് അഹാദീസു കസീറ, ധാരാളം ഹദീസുകൾ. നമുക്ക് ഷാഫിഇയ്യത്തിന് അനുകൂലമായി ധാരാളം ഹദീസുകളുണ്ട്, ധാരാളമുണ്ട്. ഹദീസ് കിതാബുകളിൽ നോക്കിയാൽ പല തുറുക്കിലൂടെ വന്ന ഒരേ ആശയമുള്ള ധാരാളം ഹദീസുകൾ ഹാഷിയകളിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മിൻഹ മാ റവാ അബൂ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു. ആ ധാരാളം ഹദീസുകളിൽ പെട്ടതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം ഖാല, അബൂ ഹുറൈറ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഫാത്തിഹത്തുൽ കിതാബി സബ്ഉ ആയാത്തിൻ. ഫാത്തിഹ സൂറത്ത് 7 ആയത്തുകളാകുന്നു. ഫാത്തിഹത്തുൽ കിതാബി സബ്ഉ ആയാത്തിൻ ഊലാഹുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ 7 ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. ഇപ്പൊ ഇത് വ്യക്തമായി പറഞ്ഞല്ലോ. ഫാത്തിഹത്തുൽ കിതാബ് 7 ആയത്താന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. അതിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് എന്ന് തന്നെ അങ്ങ് പറഞ്ഞു. ഹബീബ് തന്നെ നസ്സായിട്ട് പറഞ്ഞു. ഇതാണ് നമുക്കുള്ള ഒരു തെളിവ്. അതുപോലെ മറുപക്ഷത്തിനും തെളിവുകളുണ്ട്. നമ്മുടെ തെളിവ് ആണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. കാരണം ഷാഫിഈ മദ്ഹബ് ഇസ്ബാത്ത് ചെയ്യുക എന്നതാണ് ഷാഫിഈയായ ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ലക്ഷ്യം. അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം ഖാല ഫാത്തിഹത്തുൽ കിതാബി സബ്ഉ ആയാത്തിൻ ഊലാഹുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഒന്ന് ഈ ഹദീസാണ്. ഈ ഹദീസ് തെളിവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ചില സംഗതികളൊക്കെ ഉണ്ടാകും, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. വഖൗലു ഉമ്മി സലമത റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവിയുടെ വാക്കും ആ ഹദീസിൽ പെട്ടതാണ്, ആ ഹദീസുകളിൽ പെട്ടതാണ്. മാ റവാ എന്ന് പറഞ്ഞിടത്തേക്ക് അത്ഫാണ്. വഖൗലു ഉമ്മി സലമ, ഉമ്മു സലമ പറഞ്ഞ വാക്കും എന്താണ്? ഉമ്മു സലമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഉമ്മു സലമ പറയാണ്, ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതി. ഫാത്തിഹ സൂറത്ത് ഓതി. വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തൻ. ആ ഫാത്തിഹ സൂറത്ത് ഓതിയപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
എന്നതിനെ ആയത്തൻ ഒരായത്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി. ഇപ്പൊ എന്തായി? ഒന്നാമത്തെ ഹദീസിൽ 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. രണ്ടാമത്തിടത്ത് നബിതങ്ങൾ ഒരിക്കൽ ഫാത്തിഹ ഓതിയപ്പോൾ ഫാത്തിഹ ഓതിയതിന്റെ ശേഷം അതിലെ ആയത്തുകളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിനെ ഒരായത്തായിട്ടാണ് എണ്ണിയത്. അതിനൊരായത്തായിട്ടാണ് എണ്ണിയത്. വമിൻ അജ്ലിഹിമ ഇക്കാരണം കൊണ്ട് ഇപ്പൊ 2 ആയത്ത് കൊണ്ടും 2 ഹദീസ് കൊണ്ടും ഇപ്പൊ എന്ത് വന്നു? ഫാത്തിഹ സൂറത്ത് ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണെന്ന് വന്നു. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് 2 കൊണ്ടും വന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ഷാഫിഈയത്തിന്റെ ഇടയിൽ ഒരു വലിയ ഖിലാഫുണ്ട്. അതെന്താണ്? ബിസ്മി ഫാത്തിഹയിലും മറ്റ് അധ്യായങ്ങളിലും പെട്ടതാണ്, ഉൾപ്പെട്ടതാണ് എന്ന് പറയുന്നിടത്ത് തന്നെ അത് പരിപൂർണമായ ഒരു ആയത്താണോ അതോ ബഅദ് ആയത്താണോ, ശേഷമുള്ളതും കൂടെ കൂട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതും കൂടെ കൂട്ടിയാലേ ആയത്ത് പൂർത്തിയാവുള്ളൂ, അതോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുസ്തഖില്ലൻ ഒരായത്താണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം വന്നത് എങ്ങനെയാ? അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. വമിൻ അജ്ലിഹിമാ ഉഖ്തുലിഫ. ഈ 2 ഹദീസുകൾ കാരണമായിട്ടാണ് ഉഖ്തുലിഫ ഷാഫിഈയത്തിൽ ഇഖ്തിലാഫ് വന്നത്. ഉഖ്തുലിഫ എന്ന ഇഖ്തലഫ ഷാഫിഈയത്തു എന്നർത്ഥം. ഷാഫിഈയത്ത് ഇഖ്തിലാഫിലായത് ഇതിനെ തുടർന്നാണ്. ഖുർആനിൽ പെട്ടതാണ്, ഫാത്തിഹയിൽ പെട്ടതാണ്, മറ്റു അധ്യായങ്ങളിൽ പെട്ടതാണ്. ബിസ്മി എന്ന് പറയുന്നവർ തന്നെ അത് ആയത്തും ബി റഅ്സിഹയാണോ ആയത്തും ബിമാ ബഅദഹയാണോ, അത് ഒറ്റക്കായത്താണോ അതോ ശേഷമുള്ളതും കൂടെ കൂടുമ്പോഴേ ആയത്താവുള്ളൂ എന്ന കാര്യത്തിൽ ഏത് അഭിപ്രായാന്തരമുണ്ട് ഷാഫിഈ അസ്ഹാബിനിടയിൽ. അപ്പൊ ആ അഭിപ്രായാന്തരത്തിന്റെ ഇതാവുന്നു. ഈ 2 ഹദീസുകൾ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഖിലാഫ് വന്നത്. വമിൻ അജ്രിഹി മഖ്തുലിഫ ഫീ അന്നഹാ റഅ്സു ആയത്തിൻ ഫീ അന്നഹാ ആയത്തും ബിറഅ്സിഹ. ബിസ്മി ആയത്തുൻ ഒരായത്താണോ, ബിറഅ്സിഹ അത് അങ്ങനെ തന്നെ ഒരായത്താണോ, അത് പരിപൂർണമായിട്ടൊരായത്താണോ, അംബിമാ ബഅദഹ അതോ അതിന്റെ ശേഷമുള്ളതിനോടുകൂടെയാണോ ആയത്താകുന്നത് എന്ന് പറഞ്ഞാൽ താമായ ആയത്താണോ അതോ ബഅദ് ആയത്താണോ എന്ന കാര്യത്തിൽ ഖിലാഫ് വന്നത് ഈ 2 ഹദീസുകൾ ഇവിടെ വന്നതുകൊണ്ടാണ്. ഒരുപാട് ചർച്ചകൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ചെയ്യാനുണ്ട്. നമ്മൾ ആ സംഭവം അങ്ങോട്ട് പറയാം, ചർച്ചയിലേക്ക് പിന്നീട് വരാം. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് പിന്നെ പറയാം. അപ്പൊ എന്താപ്പാ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇതുകൊണ്ട് വരുമല്ലോ, ഒന്നാമത്തെ ഹദീസ് കൊണ്ട് ഏത് വന്നു? ബിസ്മി ആയത്തും ബി റഅ്സിഹയാണ് എന്ന് വന്നു. രണ്ടാമത്തത് കൊണ്ട് ഏതും വന്നു? ആയത്തും ബി റഅ്സിഹ അല്ല, ആയത്തും ബിമാ ബഅദഹയാണ് എന്നും വന്നു. അപ്പൊ സെപ്പറേറ്റ് ആയത്തല്ല, പരിപൂർണമായ ആയത്തല്ല, ഒരു ജുസ്ഉ ആയത്താണ്, ബഅദു ആയത്താണ് എന്ന് വന്നു. അപ്പൊ എങ്ങനെയാണ് ഇതുകൊണ്ട് ഖിലാഫ് വരിക? അതൊരു ചോദ്യമാണ്. ഇതുകൊണ്ട് എങ്ങനെ ഇഖ്തിലാഫ് വരിക? 2 ഹദീസ് ബലാബലം സഹീഹായ 2 ഹദീസുകൾ വരുമ്പോൾ ഒന്നുകിൽ 2 ഹദീസിനെയും കൂടെ ജമ്മ് ചെയ്യണം. ജമ്മ് ചെയ്യാൻ ഇവിടെ വകുപ്പൊന്നുമില്ല, കാരണം ഒന്നൊന്നിനെതിരാണ്. പരസ്പരം തനാക്കുള്ള ഒരു കാര്യം നേരിട്ട് ഏതായ മുത്തബായിനാനിയായ ഒരു കാര്യത്തെ തന്നെ ജമ്മ് ചെയ്തൊപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ജമ്മ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എന്താണ്? ആദ്യത്തേത് മൻസൂഖാണ്, പിന്നത്തേത് നാസിഖാണ് എന്ന് പറയണം. അതും ഹദീസ് നടക്കൂല. ആയത്താണെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു. ഇത് 2 ഹദീസാണ്. അപ്പൊ എന്ത് ചെയ്തു? ജംഉം നടക്കുന്നില്ല, നസ്ഖ് പറ്റൂല്ല. ഇങ്ങനെ വന്നപ്പോൾ ഓരോ ആളുകളും ഓരോ ആയത്തിനെ കൂടുതൽ അവരുടെ അടുത്ത് കായിമായ ചില കൂവത്തുകൾ കാരണം, ഹദീസുകളുടെ കൂവത്തുകൾ കാരണം ആ ഓരോ ഹദീസിന്റെ പിറകിൽ അവരങ്ങ് പോയി. എന്നിട്ട് ആദ്യത്തെ ഹദീസ് പിടിച്ചവർ ആയത്തും ബി റഅ്സിഹ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ് പിടിച്ചവർ ആയത്തും ബിമാ ബഅദഹ എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ മുഅ്തമദ് ആയത്തും ബി റഅ്സിഹ എന്നുള്ളതാണ്. അത് ഒറ്റക്ക് തന്നെ ഒരായത്താണ് എന്നാണ്. അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അടുത്ത ചർച്ചയിലാക്കാം പറയൽ. ആദ്യം നമ്മൾ അതിന്റെ അർത്ഥം ഒന്നുകൊണ്ട് പറയാം. അർത്ഥവും ആ ആശയവും ഒന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോവുക. വൽ ഇജ്മാഉ അലാ അന്ന മാ ബൈന ദഫ്ഫതൈനി. പിന്നെ മറ്റൊരു തെളിവ്,
നമുക്ക് ഷാഫിഈയത്തിന് അനുകൂലമായ മറ്റൊരു തെളിവ്. അതെന്താണ്? അത് വൽ ഇജ്മാഉ, ഇജ്മാഉം അതിന് തെളിവാണ്. ഇജ്മാഉം അതിന് തെളിവാണ്. ഇജ്മാഉം അതിന് തെളിവാകുന്നു. അല അന്ന മാ ബൈന ദഫത്തൈനി, അല അന്ന മാ ബൈന ദഫത്തൈനി കലാമുല്ലാഹ്. എന്താണത്? രണ്ട് ചട്ടക്കുള്ളിലുള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, മാ ബൈന ദഫത്തൈനി കലാമുല്ലാഹ് എന്ന് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അതന്നെ. അപ്പോൾ എന്താണ് അത്? മൊത്തത്തിൽ പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ആണ്, മാ ബൈന ദഫത്തൈനി കലാമുല്ലാഹി സുബ്ഹാനഹു വ തആല. രണ്ട് ചട്ടക്ക് ഇടയിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ കലാമാണ് എന്ന കാര്യത്തിൽ ഇജ്മാഉമുണ്ട്. ആ കാര്യത്തിൽ ഇജ്മാഉമുണ്ട്. വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹ, വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹ ഫിൽ മസാഹിഫി. വിഫാഖ് എന്ന് പറഞ്ഞാൽ ഇജ്മാഅ് എന്നുള്ളതിന്റെ തന്നെ മറ്റൊരു മാനയാണ്. ഇജ്മാഅ് എന്നതിന്റെ തന്നെ മറ്റൊരു മാനയാണ് വിഫാഖ് എന്ന് പറഞ്ഞത്. ഇത്തിഫാഖ്, യോജിപ്പുണ്ട്. ഇജ്മാഅ് അതന്നെ. ഇജ്മാഅ് എന്നുള്ളതിന്റെ മറ്റൊരു തഫന്നുനാണ്. തഫന്നുനുകൊണ്ട് ഇബാറത്തിട്ട്. അപ്പോൾ എന്തിനാ രണ്ട് ഇജ്മാഅ് പറഞ്ഞു? ഒന്നാമത്തെ ഇജ്മാഅ് ഏതാണ്? ഇജ്മാഅ് ഖൗലിയാണ്. രണ്ടാമത്തേത് ഫിഅലിയുമാണ്. ഞാൻ അടുത്ത് പറയുമ്പോഴേ അത് തിരിയുള്ളൂ. വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹ, ഈ ബിസ്മിയെ ഇസ്ബാത്ത് ചെയ്യുന്നതിന്റെ മേലിൽ ഇജ്മാഅ് ഉണ്ട്. ഐക്യകണ്ഠേനമായ അഭിപ്രായമാണ്, ഒരേ അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കുള്ളത്. ബിസ്മിയെ ഇസ്ബാത്ത് ചെയ്യണം ഫിൽ മുസ്ഹഫി, ഫിൽ മസാഹിഫി, മുസ്ഹഫുകളിൽ അത് സ്ഥിരപ്പെടുത്തുന്നതിന്റെ പേരിൽ എല്ലാവരും യോജിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. മുസ്ഹഫിൽ ഏത് ചെയ്യണം? ഇത് സ്ഥിരപ്പെടുത്തണം എന്നതിന്റെ മേലിൽ യോജിച്ചു. അന്ന് തന്നെ ഏത് ചെയ്തിട്ടുണ്ട്? ഉസ്മാനിയ മുസ്ഹഫുകളിൽ അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾക്കും തർക്കമുണ്ടായിട്ടില്ല. വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹ ഫിൽ മസാഹിഫി. അപ്പം മുസ്ഹഫുകളിൽ അതിനെ ഇസ്ബാത്ത് ചെയ്യുന്നതിന്റെ മേലിൽ യോജിപ്പും ഉണ്ടായിട്ടുണ്ട്. വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹ ഫിൽ മസാഹിഫി മഅൽ മുബാലഗതി ഫി തജ്രീദിൽ ഖുർആനി. ഏതോട് കൂടെ? ഖുർആനെ തജ്രീദാക്കുന്നതിൽ മുബാലഗത്ത് കാണിക്കലോടുകൂടെ. ഏത് ചെയ്തിട്ടുണ്ട്? അങ്ങേയറ്റത്തെ മുബാലഗത്ത് കാണിച്ചിട്ടുണ്ട്. പരമാവധി ഖുർആനെ തജ്രീദാക്കിയിട്ടുണ്ട്. മഅൽ മുബാലഗത്തി ഫി തജ്രീദിൽ ഖുർആൻ, ഖുർആനെ ഒഴിവാക്കിയിട്ടുണ്ട് ഖുർആൻ അല്ലാത്തതിനെ തൊട്ട്. അപ്പൊ ഖുർആനിൽ നിന്ന് ഖുർആൻ അല്ലാത്തതിനെ ഒക്കെ ഒഴിവാക്കി നിർത്തി വെറും ഖുർആൻ മാത്രം മുസ്ഹഫിൽ ഇസ്ബാത്ത് ചെയ്യാൻ അങ്ങേയറ്റം മുബാലഗത്ത് കാണിക്കലോട് കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിവാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് സൂറത്തിൽപ്പെട്ടതാണ് എന്നതിന് തെളിവാകുന്നു. സൂറത്തിൽപ്പെട്ടതാണ് എന്നതിന് തെളിവാകുന്നു എന്ന്. എത്രത്തോളം? ഹത്താ ലം തുക്തബ് ആമീൻ, ആമീൻ പോലും എഴുതപ്പെട്ടിട്ടില്ലല്ലോ. എത്രത്തോളാണ് തജ്രീദുൽ ഖുർആനിൽ മുബാലഗത്ത് കാണിച്ചത്. ഇപ്പോ ഫാത്തിഹ ഓതിയവനും ഫാത്തിഹ കേട്ടവനും ആമീൻ പറയൽ സുന്നത്താണ്. ഫാത്തിഹ ഓതിയവനും ആമീൻ പറയൽ സുന്നത്താണ്. വലദ്ദാലീൻ കഴിഞ്ഞാൽ ഫാത്തിഹ ഓതിയ ആളും ആമീൻ പറയണം, സാമിഉം വേണം, കാരിഉം വേണം. താലിയും, തിലാവത്ത് നടത്തിയ താലിയും അതുപോലെ തന്നെ സാമിഉം, രണ്ടാളും ആമീൻ എന്ന് പറയൽ സുന്നത്താണല്ലോ. രണ്ടാളും ആമീൻ എന്ന് പറയൽ സുന്നത്താണല്ലോ. രണ്ടാളും ആമീൻ എന്ന് പറയൽ സുന്നത്തായിട്ടും ഖുർആനിൽ ആമീൻ എന്നില്ല. ഒറ്റ മുസഹഫിലും ആമീൻ എന്ന് എഴുതി കാണുന്നില്ല. വലദ്ദാലീൻ. പിന്നെ അടുത്ത അൽ ബഖറയിലേക്ക് ചാടുകയാണ്, അടുത്ത സൂറത്ത് തുടങ്ങുകയാണ്. എന്തേ ആമീൻ എഴുതാതിരുന്നത്? ഖുർആൻ അല്ലാത്ത ഒന്ന് ഖുർആനിൽ എഴുതിക്കൂടാ, അത് പിൽക്കാലത്ത് ഖുർആനാണ്, തെറ്റിദ്ധരിച്ചു പോകും എന്ന് കരുതിയിട്ടാണ് ആമീൻ പോലും ഒഴിവാക്കിയതെങ്കിൽ, എന്നിട്ട് പിന്നെ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പ് തന്നെയാണ്, ഉറപ്പാണ് അത് ഖുർആനിൽപ്പെട്ടതാണ്. വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹ ഫിൽ മസാഹിഫി മഅൽ മുബാലഗത്തി ഫീ തജ്രീദിൽ ഖുർആനി ഹത്താ ലം തുക്തബ് ആമീൻ. ഈ പറഞ്ഞതിനൊക്കെ മുഖാലിഫീങ്ങൾക്ക് അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാകും കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ന്യായമാണ് ഇപ്പോൾ ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ ഓരോ ഭാഗവും കൃത്യമായിട്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യണം. ആദ്യം ചർച്ച നടത്തുന്നത് നമ്മളിപ്പോൾ മാറവ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ഇത് ഒരുപാട് ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, പല ലഫ്ദുകൾ. ഇപ്പോൾ ബൈഹഖി, തൊബറാനി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സബ്ഉ ആയാത്തിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഹ്ദാഹുന്ന വഹിയ സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം വഹിയ ഉമ്മുൽ ഖുർആൻ വഹിയ ഫാത്തിഹത്തുൽ കിതാബ്. ഇത് ഒരു ഹദീസാണ്. ഇനി ദാറഖുത്നി സഹീഹാക്കിയ ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ദാറഖുത്നി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബൈഹഖിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ലഫ്ദ്, ഇദാ ഖറഅതുമുൽ അൽഹംദുലില്ലാ സൂറത്ത് നിങ്ങൾ ഓതിയാൽ ഫഖറഊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യം ഓതണം. ഇന്നഹാ ഉമ്മുൽ ഖുർആൻ വ ഉമ്മുൽ കിതാബ് വസ്സബ്ഉൽ മസാനി വ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഹ്ദാ ആയാതിഹാ. ഒന്നും കൂടെ, നേരത്തെ പറഞ്ഞു ഫഖറഊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ വ്യക്തമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഹ്ദാ ആയാതിഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അതിൻ്റെ ആയത്തുകളിൽ ഒന്നാകുന്നു, അതിൻ്റെ ആയത്തുകളിൽ ഒന്നാകുന്നു. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. അതിലൊന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ആ ഹദീസ്. ഇനി വഖൗലു ഉമ്മി സലമത റളിയല്ലാഹു അൻഹ, രണ്ടാമത്തേത് ഉമ്മു സലമയുടെ ഖൗല് എന്ന് പറഞ്ഞെടുത്ത് ഒന്ന് പറയാനുണ്ട്. അതെന്താ? റസൂലുള്ളാഹി ഫാത്തിഹ ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ഒറ്റ ആയത്തായിട്ടാണ് എണ്ണിയത്. അപ്പോൾ ഷാഫിഈയത്തിലെ രണ്ടാം പക്ഷത്തിന് ഏത് ആയത്തും ബി റഅ്സിഹ അല്ല, അവിടെയാണല്ലോ ഇപ്പോൾ ഖിലാഫ് ഉത്ഭവിച്ചത്, അവർക്കൊരു തെളിവാണ്. പക്ഷേ ഇമാം സുയൂത്തി തങ്ങൾ ആ മുഅ്തമദായ അഭിപ്രായത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, ഈ ഹദീസ് ഇതേ ലഫ്ദ് കൊണ്ടല്ല ഹദീസ് കിതാബുകളിൽ കാണുന്നത്. എല്ലാ തുറുക്കിലും വരുന്നത് പരിശോധിച്ചിട്ട് എല്ലാ തുറുക്കിലും വന്നിടത്ത് ബിസ്മിയെ ആയത്തായിട്ട് എണ്ണിയത് പറഞ്ഞ ഇതേ ലഫ്ദ് കൊണ്ട് ഹദീസ് കാണുന്നില്ല. അബൂ ഉബൈദ് ഫളായിലുൽ ഖുർആനിൽ, അഹ്മദ്, അബൂ ദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത വ്യത്യസ്തങ്ങളായ ഹദീസുകൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തഉ ഖിറാഅതഹു ആയത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഓത്തിനെ ഖത്അ ചെയ്തിരുന്നു, മുറിച്ച് ഇങ്ങനെ ഓതും, ആയത്തൻ ഓരോ ആയത്തും മുറിച്ച് ഓതുമായിരുന്നു നബി തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെ ഓരോ ആയത്തും മുറിച്ച് ഓതുമായിരുന്നു. ഓരോന്നും ഇങ്ങനെ മുറിച്ചാണ് അവതരിപ്പിച്ചത്. പിന്നെയും ഇബ്നുൽ അംബാരി, ബൈഹഖി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. ഈ പറയുന്ന ഹദീസുകളൊക്കെ സഹീഹുമാണ്. ഹവാഷികളിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാന ഇദാ ഖറഅ, റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാണെങ്കിൽ ഖതഅ ഖിറാഅതഹു, ഫാത്തിഹ ഓതുമ്പോൾ അവിടുത്തെ ഓത്തിങ്ങനെ ആയത്തൻ ഓരോ ആയത്തും മുറിച്ച് ഓതും. യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയഖിഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും, പിന്നെ വഖഫ് ചെയ്യും. സുമ്മ യഖൂലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വയഖിഫു. സുമ്മ യഖൂലു അർറഹ്മാനിർ റഹീം വയഖിഫു. സുമ്മ യഖൂലു മാലികി യൗമിദ്ദീൻ വയഖിഫു. ഇങ്ങനെ വഖഫ് ചെയ്താ പോവാം. അവിടെയൊക്കെ വഖഫ് ചെയ്യും. ഇനി ഇബ്നു ഖുസൈമ, ഹാക്കിം, ബൈഹഖി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫി സ്വലാത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഅദ്ദഹ ആയത്തൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആയത്തൈൻ, അർറഹ്മാനിർ റഹീം സലാസ ആയാത്ത്, മാലികി യൗമിദ്ദീൻ അർബഅ ആയാത്ത്. വഖാല ഹാക്കദ, അങ്ങനെ ഓതി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതിയപ്പം വജമഅ ഖംസ അസാബിഇഹി, 5 വിരലുകളെയും കൂട്ടിപ്പിടിച്ചു. അപ്പോൾ ഓരോ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഓരോ വിരൽ ഇങ്ങനെ മടക്കും. അങ്ങനെ 5 വിരൽ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നെടുത്തെത്തിയപ്പോഴേക്കും മടങ്ങി. അപ്പോൾ ബിസ്മി ഏതായിട്ടുണ്ട്? ആയത്തും ബിറസിഹായിട്ടാണ് ഇപ്പോൾ ഇതിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖാന യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇലാ ആഖിരിഹാ ഫഖതഅഹ ആയത്തൻ വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഇത് തന്നെയാണ് ഉള്ളത്. നവാഹിദുൽ ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞു, അപ്പം ഇങ്ങനെയാണ് ഹദീസിന്റെ ലഫ്ള് കാണുന്നത് എന്ന് കരുതി മറ്റേ ഹദീസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഹദീസുകളും നമുക്ക് ലഭ്യമല്ല എന്നുള്ളത് വെച്ച് ഉണ്ടാവാം. അപ്പോൾ ആ ഉണ്ടാവാം എന്ന പക്ഷം വെച്ചിട്ടാണ് ശരിക്കും ഏത് വരുന്നത്, ഇഖ്തിലാഫ് വരുന്നത്. അങ്ങനെ ഹദീസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹദീസ് ഉണ്ട് എന്നുള്ള ചർച്ച ഉറപ്പാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇത് ഇമാം സുയൂത്തി തങ്ങൾ നോക്കിയിട്ട് മഹാനവറുകൾ കണ്ടിട്ടില്ല എന്നാ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഏതായാലും ഉണ്ട് എന്ന ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇഖ്തിലാഫ് വന്നു. തെരഞ്ഞിട്ട് കാണുന്നില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ
ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, അതുകൊണ്ട് ഈ ഒന്നാം പക്ഷം ആയത്തും ബിറസിഹ എന്ന് പറയുന്ന പക്ഷമാണ് മുഅ്തമദായ പക്ഷം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ വമിൻ അജ്ലിഹി മഖ്തുലിഫ എന്ന് പറഞ്ഞെടുത്ത് അവിടെ ഈ രണ്ട് ഹദീസുകളുടെ പശ്ചാത്തലത്തിലാണ് ഷാഫിഇയ്യത്തിൽ ഇഖ്തിലാഫ് വന്നത് എന്ന് പറഞ്ഞു. ഏത് ആയത്തും ബി റസിഹയാണോ അതോ ആയത്തും ബിമാ ബഅദഹയാണോ, അതോ ഒറ്റക്കായത്താണോ ശേഷമുള്ളതിനോട് കൂടുമ്പോഴാണോ ആയത്ത് ആകുന്നത്? ശരിക്കും ഇവിടെയുള്ള ഖിലാഫ് എന്താണ്? ബസ്മലത്ത് ബിസ്മി ഫാത്തിഹയിലും മറ്റു സൂറത്തുകളിലും പെട്ടതാണ് എന്നാണ് ഷാഫിഇയ്യത്ത് പറയുന്നത്, വേറെ കുറെ പണ്ഡിതരും. അതേസമയം പെട്ടതല്ല എന്നാണ് മറുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ നിന്ന് ഇപ്പൊ എന്തേ വരുള്ളൂ? ഈ രണ്ട് ഹദീസുകളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ ഹദീസ് കൊണ്ട് ഇപ്പം എന്താ വരിക? ഈ ഹദീസ് കൊണ്ട് ഫാത്തിഹയിൽ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിലെ ആയത്താണോ, ഫാത്തിഹയിലെ പരിപൂർണമായ ആയത്താണോ, അതോ ഒരായത്തിന്റെ ഭാഗമാണോ എന്നല്ലേ വരുള്ളൂ. മറ്റു സൂറത്തിലും എന്നത് വരൂലേ? അപ്പം ബൈലാവി ഇമാമ് ഷാഫിഈ മദ്ഹബ് ഇവിടെ സമർത്ഥിക്കുന്നിടത്ത്, ഇസ്ബാത്ത് ചെയ്യുന്നിടത്ത് ബൈലാവി ഇമാമിന്റെ ഇബാറത്തിൽ ഖുസൂറുണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ചിലർ ബൈലാവി ഇമാമിന്റെ ഇബാറത്തിനെ ചൊല്ലി പറഞ്ഞവരുണ്ട്. അവർക്ക് ഒരു മറുപടി അനിവാര്യമാണ്. കാരണം അത് പെട്ടെന്ന് നോക്കിയപ്പോൾ അവർക്ക് അങ്ങനെയാണ് മനസ്സിലായത്, അത്രേ ഉള്ളൂ. ഉള്ളിലേക്ക് ആലോചിച്ചാൽ ബൈലാവി അത് ശരിക്ക് സമർത്ഥിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെവിടെ? അബ്ദുൽ ഹക്കീം ഈ സ്ഥലത്ത് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഇഖ്തിലാഫിനെ അലൽ ഇത്ലാഖ് തഫ്രീയാക്കുകയാ ചെയ്തത്, ഫർആക്കുകയാ ചെയ്തത്. ഇഖ്തിലാഫിനെ എടുത്തപ്പോൾ അലൽ ഇത്ലാഖാണ് എടുത്തത്. എന്ത്? നമ്മളിപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ആ ഇബാറത്ത് ഒന്നും കൂടെ വായിക്കണം, അപ്പോഴേ തിരിയുള്ളൂ. അതായത് വമിൻ അജ്ലിഹിമ ഉഖ്തുലിഫ, ഈ രണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇഖ്തിലാഫിലായി. ഫി അന്നഹ ബിസ്മി ആണോ, ആയത്തും ബി റസിഹ അത് ഒറ്റക്കൊരായത്താണോ, അം ബിമാ ബഅദഹ അതോ അതിന്റെ ശേഷമുള്ളതിനോടൊപ്പം ആയത്താണോ എന്നതിന് ഖിലാഫായി. ഫാത്തിഹയിലൊന്നും ഫാത്തിഹയിൽ അല്ലാത്തടത്തൊന്നും പറഞ്ഞിട്ടില്ല. ഹദീസ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്ന, ഹദീസിന് കിട്ടുന്ന തന്നെ ഫാത്തിഹൽ ആയത്തും ബി റസിഹ ആണെന്നേ തെളിയിക്കുള്ളൂ. പക്ഷെ മഹാനവറുകൾ ഇഖ്തിലാഫിലായി എന്ന് പറഞ്ഞത് ഏതാണ്? ആയത്തും ബി റസിഹ അം ബിമാ ബഅദഹ, അത് ഫിൽ ഫാത്തിഹത്തിന്നും പറഞ്ഞില്ല, ഫി ഗൈരിൽ ഫാത്തിഹത്തിന്നും പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇഖ്തിലാഫിനെ അലലിത്തിലാക്ക് അടുത്ത്, നിരുപാധികം എടുത്തു. ഫാത്തിഹ എന്ന് പറഞ്ഞില്ല, ഫാത്തിഹ അല്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അത് അറിയിക്കുന്നുണ്ട് എന്ത്? സത്യത്തില് ഫാത്തിഹയിൽ പെട്ടതാണോ, ഫാത്തിഹ അല്ലാത്ത മറ്റു സൂറത്തിലും പെട്ടതാണോ, ഈ മറ്റു സൂറത്തിൽ പെട്ടതാണോ എന്നുള്ള ചർച്ചയുടെ ആ ഖിലാഫ്, മറ്റു സൂറത്തിൽ പെട്ടതാണോ പെട്ടതല്ലേ എന്ന ഖിലാഫ് സത്യത്തില് ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലേ എന്ന ഖിലാഫുമേൽ മുത്തഫരി ആണ്, അതിമേൽ തഫറു ആയ ചർച്ചയാണത്. അപ്പൊ ഫാത്തിഹയിൽ പെട്ടതാണെങ്കിൽ എന്തുകൊണ്ട് ഫാത്തിഹയിൽ മാത്രം പെട്ടതായി? അത് ഖുർആനിൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്ന തെളിവുകളൊക്കെ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ ഖുർആനിൽ ഫാത്തിഹയിൽ അതെന്തുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഫാത്തിഹയിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി വ്യക്തമായിട്ട് പറഞ്ഞു, ഫാത്തിഹ അല്ല ബിസ്മി. അപ്പൊ പിന്നെ എന്താ മറ്റുള്ള സൂറത്തുകൾക്ക് ഒരു പ്രത്യേകത അതിൽ പെട്ടതെല്ലാം അതേ സ്വഭാവത്തിൽ തന്നെയാണല്ലോ ഖുർആനിൽ മറ്റിടത്തൊക്കെ എഴുതിയത്. അപ്പൊ മറ്റുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതേസമയം അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഫാത്തിഹയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞതോടുകൂടെ അത് ഖുർആനിൽ ഓതേണ്ട പ്രധാനപ്പെട്ട നിർബന്ധമായി ഓതേണ്ട അധ്യായം ആയതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു, ഖുർആനിൽ ഓതിയത് കേട്ടു, അത്രക്കല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്ത് ഇതിൽ പെട്ടതാണെങ്കിൽ അവിടെയും പെട്ടതാണ്, ഇവിടെ പെട്ടതല്ലെങ്കിൽ അവിടെയും പെട്ടതല്ല. അപ്പൊ ആ ഖിലാഫ് മറ്റു സൂറത്തുകളിൽ ഇത് പെട്ടതാണോ പെട്ടതല്ലേ എന്ന ഖിലാഫ് ഫാത്തിഹയിൽ പെട്ടതാണോ അല്ലയോ എന്നതിന്റെ മേൽ ഫർആകുന്ന ഖിലാഫാണ്, അതിന്റെ മേൽ തഫറുആകുന്ന ഖിലാഫാണ്. അപ്പോൾ ഏത് ചെയ്താൽ മതി? ഫാത്തിഹയിൽ പെട്ടതല്ല പെട്ടതാണ് എന്ന് തെളിഞ്ഞാൽ മതി. എന്നാ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മറ്റേതിലും പെട്ടതൽ ആണ് എന്നുള്ളത് തെളിയും. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബൈലാവിയുടെ ഇബാറത്തിൽ ഖുസൂർ ഉണ്ടെന്ന് പറഞ്ഞവൻ അബ്ദുൽ ഹക്കീം പറയുന്ന ഒരു വാക്കുണ്ട്, ഫമൻ ഖാല ഇബാറത്ത് എന്തായിരുന്നു? ഫമൻ ഖാല ഇന്ന ഇബാറത്തൽ മുസന്നിഫി ഫീ ബയാനിൽ മദ്ഹബി ശാഫിഈ ഖാസിറുൻ. ഷാഫി മദ്ഹബ് വിവരിക്കുന്നിടത്ത് മുസന്നിഫിന്റെ ഇബാറത്ത് ഖാസിറാണ്, അത് പരിമിതമാണ്, അത് പോരാ
എന്ന് പറഞ്ഞവർ ഹൈസുലം തഅറദ് ഇഖ്തിലാഫി ഗൈറിൽ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്തതിന്റെ ഇഖ്തിലാഫിലേക്ക് ഇവിടെ തഅറദ് ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നവർ ഫഖദ് ഖസറ നളറുഹു അനിൽ ലതായിഫീൻ, ഇബാറത്തിന്റെ ചുരുളുകളിൽ അടങ്ങിയിരിക്കുന്ന പോയിന്റുകളെ തൊട്ട് അവന്റെ ചിന്തയാണ് ഖസറായി പോയത്, അവന്റെ ചിന്തയാണ് സത്യത്തിൽ പരിമിതമായി പോയത്, വളരെ പരിമിതമായി പോയത്. ഉള്ളിന്റെ ഉള്ളിൽ അതുണ്ട്. അതുകൊണ്ടാണ് മഹാനവറുകൾ ഇത് ഫാത്തിഹയിൽപ്പെട്ട ആയത്തും ബിറസിഹാണ് ഔ ബിമാബാദഹയാണ് എന്ന് ഇഖ്തിലാഫ് ഒന്നു പറയാതിരുന്നത്. അത് നല്ല വളരെ കൃത്യമായ മറുപടിയാണ് അബ്ദുൽ ഹക്കീം പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരൊന്നും അങ്ങനെ എടുത്തതായിട്ട് കാണുന്നില്ല. അബ്ദുൽ ഹക്കീം കൃത്യമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇജ്മാഉ ഖൗലിയും ഫിഅലിയും പറഞ്ഞിരുന്നു. എന്താണത് ഇജ്മാഉ? ഇന്നലെ നമ്മൾ പറഞ്ഞു, മുഖാലിഫീങ്ങൾ തന്നെ പറഞ്ഞില്ലേ, മുഹമ്മദ് ഇബ്നു ഹസൻ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇത് ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? മാ ബൈന ദഫത്തൈനി കലാമുല്ലാഹ്. അപ്പൊ ഖുർആനാണ് എന്ന് സമ്മതിക്കുന്നതാണല്ലോ, സൂറത്തിൽപ്പെട്ടതാണോ അല്ലേ എന്നുള്ളടത്തല്ല. അപ്പൊ ഇജ്മാ എല്ലാവർക്കും ഉണ്ട് ആ വിഷയത്തിൽ. കലാമുല്ലാഹിയാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. പക്ഷേ ഏതിലാണ് പ്രശ്നം? സൂറത്തിൽ പെട്ടതാണോ പെട്ടതല്ലേ, ഫാത്തിഹയിലും മറ്റു അധ്യായങ്ങളിലും പെട്ടതാണോ പെട്ടതല്ലേ എന്നുള്ളിടത്താണ് പ്രശ്നം എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇജ്മാഉ ഖൗലിയും ഇജ്മാഉ ഫീലിയും. ഫീലി എന്താണ്? ഖുർആൻ ക്രോഡീകരിച്ച സമയത്ത് സഹാബാക്കിറാം റളിയല്ലാഹു അൻഹും ഖുർആനെ ജംഅ് ചെയ്തപ്പോൾ അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള മുസഹഫുകളാണ് ഈ മസാഹിഫ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ മുസഹഫുകളിലൊക്കെ എന്തുണ്ട്, ഇതല്ലാത്തതൊക്കെ മക്കിയാണെന്ന് എഴുതിയതുണ്ടാവും, സൂറത്തിന്റെ പേര് വന്നിട്ടുണ്ടാകും, പുള്ളി വന്നിട്ടുണ്ട്, ഫതുഹും കസറും വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഖുർആനാണോ എന്ന് ചോദിക്കരുത്, ഒക്കെ പിന്നെ ഹാദിസായതാണ്. പക്ഷെ ഈ ഫീ മസാഹിഫ എന്ന് പറഞ്ഞത് അന്നത്തെ ഖുർആനിൽ നിന്നാണ്. അന്നത്തെ ഖുർആനിൽ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നും ഏതുണ്ടായിരുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മസാഹിഫ് ഉസ്മാനിയയിലും ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഓരോ പട്ടണത്തിലേക്കും കൊടുക്കാൻ വേണ്ടി അച്ചടിച്ചിരുന്ന ആ മുസഹഫുകളുടെ, അതിന്റെ എണ്ണത്തിലൊക്കെ ഖിലാഫുണ്ട്, ഏതായാലും ആ മുസഹഫുകളുടെ പേരാണ് മസാഹിഫ് ഉസ്മാനിയ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്നുണ്ട് നമ്മളെ ചർച്ചയിൽ. നമുക്ക് ഫാത്തിഹന്റെ അവസാനം വരുമ്പോഴേക്ക് ആ ചർച്ച വീണ്ടും ആവശ്യമായി വരും, അവിടെ വരികയും ചെയ്യും. ഏതായാലും അങ്ങനെ ബിസ്മില്ലാഹ് ഖുർആനിൽ പെട്ടതല്ലാത്ത ഒന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തുന്ന സഹാബത്ത് 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വരികൾ ഖുർആനിൽ പെടാത്തത് ഖുർആനിൽ എഴുതി, ഖുർആന്റെ അതേ ലിപിയിൽ എഴുതി. ഇനി പുതിയ മുസഹഫുകളാണെങ്കിൽ തന്നെ അത് ഖുർആന്റെ ലിപിയിലല്ല ഖുർആന്റെ പേരെഴുതല്, അതിന്റെ മക്കിയാണോ മദനിയാണോ എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതല്, അതിന് മാർജിൻ ഇടല്, അതൊക്കെ വേറെ ലിപിയും വേറെ കളറും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ലിപി ആയിരിക്കും. അതൊക്കെ അതിനുള്ള മറുപടികളാണ്. ഏതായാലും മുസഹഫിലുണ്ട് എന്നത് ഒരു തെളിവാണ്. എങ്ങനെ വിചാരിക്കാനാവും? 113 ആയത്തുകൾ അല്ലേ, ഏതിൽ മാത്രമല്ല, തൗബയിൽ മാത്രമല്ല, ബറാത്ത് സൂറത്തിൽ മാത്രമല്ല, അല്ലാത്തടത്തൊക്കെ. അപ്പൊ 114 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനിൽ എഴുതിയെന്ന് ഒരു പുള്ളി പോലും ഇടരുതെന്ന് ശാഠ്യം പിടിച്ച സഹാബത്തിനെ പറ്റി എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? പിൽക്കാലത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുസ്ഹഫിൽ കുനൂത്തുണ്ടായിരുന്നു എന്ന് കാണുന്നു, മുസ്ഹഫ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള പേജിൽ. അപ്പൊ മാ ബൈന ദഫത്തൈനി ആണെങ്കിൽ ആക്ക പെടുമെങ്കിൽ അത് പെടൂലെന്ന് ആ ചോദ്യത്തിന് അർത്ഥമല്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മസാഹിഫ് ഉസ്മാനിയ അന്ന് ഉപയോഗിച്ചിരുന്ന അത് മാത്രമാണ്, മസാഹിഫ് ഉസ്മാനിയ മാത്രമാണ്. അല്ലാതെ പഴയ കാലത്തുള്ളതായാലും പോരാ, മസാഹിഫ് ഉസ്മാനിയയും കൂടെ ആവണം. അല്ലെങ്കിൽ പിന്നെ പുള്ളിയും ഹറക്കത്തുകളും ഒക്കെ വന്നത് അതെന്തായാലും പിൽക്കാലത്ത് തന്നെ വന്നതാണ് എന്ന കാര്യത്തിൽ ഒരഭിപ്രായാന്തരവും ഇല്ല. പിന്നെ വൽ ഇജ്മാഉ അലാ അന്ന മാ ബൈന ദഫത്തൈനി കലാമുല്ലാഹ് എന്ന് പറഞ്ഞതും വൽ വിഫാഖു അലാ ഇസ്ബാത്തിഹാ ഫിൽ മസാഹിഫി എന്ന് പറഞ്ഞതും അത് രണ്ടും അഹാദീസു എന്നതിന്റെ മേലിൽ അത്ഫാണ്. മാറവ എന്നുള്ള അടുത്തേക്കല്ല, അഹാദീസു എന്നതിന് മേല. മാറവന്റെ അടുക്ക അത്ഫാകുന്നത് ഖൗലു ഉമ്മി സലമാണ്, കാരണം ഇത് ഹദീസ് അല്ലല്ലോ. അപ്പം നമുക്കനുകൂലമായി, ഷാഫിഈയത്തിന് അനുകൂലമായി ധാരാളം ഹദീസുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വഖൗലു ഉമ്മി സലമ, ഉമ്മു സലമന്റെ കൗലും. അപ്പൊ അത് മാറവന്റെ അടുക്ക അത്ഫ്, അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് ഞാൻ. ഇനി വൽ ഇജ്മാഉ എന്ന് പറഞ്ഞത് അഹാദീസു എന്നതിന്റെ മേൽ അത്ഫാണ്. അതുപോലെ തന്നെയാണ് വൽ വിഫാഖു എന്നുള്ളതും. ഇനി ഇജ്മാഉ വിഫാഖ് എന്നുള്ളത് രണ്ടും ഇജ്മാഇനെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ടെണ്ണം കൊണ്ടുവരാൻ കാരണം തഫന്നുനിന്റെ ഇബാറത്താണ് വൽ ഇജ്മാഉ വൽ വിഫാഖു. പിന്നെ അതിൽ ഒന്ന്
ഇജ്മാഴ് ഖൗലിയാണ്, മറ്റേത് ഇജ്മാഴ് ഫിഅലിയും ആകുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഈ വിഷയ സംബന്ധമായി നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ചർച്ചയിലേക്കാണ് കടക്കാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നീട് നല്ല ചോദ്യങ്ങൾ അൽഹംദുലില്ലാഹ് എല്ലാവരും അരിച്ച് പെറുക്കി നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കുറേ മുമ്പ് എടുത്തുപോയ ഭാഗത്ത് ഞാൻ ഖബായ ഖുദുസിൽ ജബറൂത്തി എന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഒരു പഴയ കിതാബിൽ ഖബായൽ ഖുദ്സി വൽ ജബറൂത്തി എന്നാണ്. ഖുദ്സിനെ ജബറൂത്തിലേക്ക് ലാഫ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാൽ ജബറൂത്തുൽ മുഖദ്ദസ് എന്നാണ് അതിൻ്റെ മായന. സിഫത്തിനെ മൗസൂഫിലേക്ക് ലാഫ്റ്റ് ചെയ്താന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പരിശുദ്ധമായ മഹത്വം, പരിശുദ്ധമായ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവായ അഹങ്കാരമാണെന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെ അൽ ഖുദ്സി വൽ ജബറൂത്തി, അപ്പോൾ അങ്ങനെ ഒരു നുസ്ഖയുണ്ട്. അൽ ഖുദ്സി വൽ ജബറൂത്തി എന്നും ഒരു നുസ്ഖയുണ്ട്. ഷെയ്ഖുദാദയിലോ ഹാഷിയത്തു ഷിഹാബിലോ എവിടെയോ ഒന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടു, ഒഫീ നുസ്ഖത്തിൻ ബിൽ അത്തുഫി ലാ ബിൽ ഇദാഫത്തീൻ, ഖുദ്സിൽ ജബറൂത്തി എന്നല്ല അൽ ഖുദ്സി വൽ ജബറൂത്തീൻ. അങ്ങനെയായാൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെയുള്ള ആ സംഗതികളൊന്നും ഉണ്ടാവില്ല. ഖുദ്സിൻ്റെയും ജബറൂത്തിൻ്റെയും ഖഫായകൾ എന്നാണ് വരിക. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് രണ്ട് വസ്തുക്കൾ പറഞ്ഞു തരും. ഖുദ്സായ അള്ളാഹു, മുഖദ്ദസായ അള്ളാഹു, പരിശുദ്ധനായ അള്ളാഹു, പരിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും രഹസ്യങ്ങൾ എന്നാകും അപ്പോൾ അർത്ഥം. ഏതായാലും അത് ഈ കൂട്ടത്തിൽ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നല്ല ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാം. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ഉസ്താദുമാരെ, നമ്മുടെ ക്ലാസ് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും അരിച്ച് പെറുക്കി കിതാബ് നോക്കുകയും അതിൻ്റെ ഇബാറത്തുകളുടെ ഉള്ളറകൾ വായിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിൽ ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് കൂടുതൽ മുത്താലായ ചെയ്യാനും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഒക്കെ അത് നമ്മെ പ്രചോദിപ്പിക്കും. ഞാൻ പറയാൻ കാരണം, ഈ വരികളിലുള്ളത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, വരികൾക്കുള്ളിലുള്ളത് മനസ്സിലാക്കാനാണ് പ്രയാസം. എൻ്റെ ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നൊരു വാക്കായിരുന്നു. വരികളിലുള്ളത് തെർക്കീബ് വെക്കാൻ പഠിച്ചാൽ കിട്ടുവടാ, പക്ഷേ വരികൾക്കുള്ളിലുള്ളത് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ വരികൾക്കുള്ളിലുള്ളത് വായിക്കുന്നത് പ്രയാസകരമായ സംഗതിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ചോദ്യമാണ് ഒരാൾ ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് തനബുഹായിട്ടില്ല, അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ഞാൻ തനബുഹാവുന്നത്. ചോദ്യം ഇതാണ്, നമ്മൾ ആമുഖം നീട്ടണ്ട, ചോദ്യം പറയാം. അതായത് ഇപ്പം ബിസ്മി ഫാത്തിഹയിലും മറ്റു സൂറത്തിലും പെട്ടതാണോ പെട്ടതല്ലേ, രണ്ട് ചർച്ചയാണ് ബൈളാവി ഇമാം അവതരിപ്പിക്കുന്നത്. അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അതിന് മുവാഫിഖായ പക്ഷം അവതരിപ്പിച്ചു. അതായത് മക്കയിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കൂഫയിലെ കാര്യങ്ങൾ, അവിടുത്തെ ഫുഖഹാ, അങ്ങനെ പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ഇവരൊക്കെ പറഞ്ഞു. ഇനി എന്ത് ചെയ്തു, നമ്മൾ മുഖാലിഫീങ്ങളുടെ പക്ഷം എടുത്തപ്പോൾ അവിടെ ഏത് ചെയ്തു, ബസറ, ഷാം, അവിടുത്തെ ഖുറാ, ഫുഖഹാ, അതുപോലെ തന്നെ മദീനയിലെ ഖുറാ, അതേ രൂപത്തിൽ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പക്ഷം അത് അവിടെയും അവതരിപ്പിച്ചു. അപ്പം മുഖാലിഫീങ്ങളുടെയും മുവാഫിഖീങ്ങളുടെയും ഈ ഇത് അവതരിപ്പിച്ചപ്പം അതിൽ ഇത്തരം ആളുകളെയൊക്കെ പരാമർശിച്ചപ്പോൾ അതിലാരുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്, ഔസാഇയെ പോലെയുള്ള ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അതിലുണ്ട്. പക്ഷെ അത് അവതരിപ്പിച്ചപ്പം 3 മദ്ഹബിൻ്റെ ഇമാമുകൾ അവിടെ സ്ഥാനം പിടിച്ചു. ഒന്ന് ഇമാം ഷാഫിഈ തങ്ങൾ, മറ്റൊന്ന് അബൂ ഹനീഫ തങ്ങളുടെ നിലപാട്, മാലിക് ഇമാമിൻ്റെ നിലപാട്. പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോഴും അഹ്മദ് ബിൻ ഹംബൽ എന്ന ഒരു മദ്ഹബിൻ്റെ ഇമാമിനെ എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു? അതവിടെ ഇല്ലല്ലോ. അത് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അവർക്ക് ഇതിൽ ഈ രണ്ട് പക്ഷത്തിൽ ഏതോ ഒരു പക്ഷം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതവിടെ പറയേണ്ടതായിരുന്നല്ലോ മറ്റുള്ളവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ചോദ്യമാണ് അല്ലേ. നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും കേൾക്കുമ്പോൾ.
പക്ഷെ ഇത് നേരത്തെ ബോധ്യപ്പെട്ടവർക്കും മനസ്സിലാക്കിയവർക്കും ഇതൊരു അല്ല, ഇതിപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞാൽ പോരാന്ന് ചിന്തിക്കും. ഞാൻ പറയുന്നത് ഞാനിത് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ അങ്ങോട്ട് താറുതാവുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഇനി പറയുന്നത്. അതായത് ഞാനത് കുറേ നോക്കിയപ്പോൾ നമ്മളെ ജമ്മുൽ ജവാമിയിൽ നല്ലൊരു ചർച്ച ഉണ്ടല്ലോ ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഭാഗം നോക്കിയപ്പോൾ അത്താറിൽ അഹ്മദ് ഇമാമിൻ്റെ മദ്ഹബ് കണ്ടു. അഹ്മദ് ഇമാമിൻ്റെ മദ്ഹബ് എന്താണെന്ന് കിട്ടണ്ടേ, എന്നിട്ടല്ലേ ഇനിയിപ്പോൾ എവിടെ പെടുത്തേണ്ടിയെന്ന് ചിന്തിക്കാനായിട്ടുള്ളൂ. അഹ്മദ് ഇമാമിൻ്റെ മദ്ഹബ് എന്താണ്? ആയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ബസ്മലത്തു ആയത്തും ഫിൽ ഫാത്തിഹത്തി ഫഖത്ത് ദൂന ഗൈരിഹ. അങ്ങനെയാണ്. ഫാത്തിഹയിൽ മാത്രം ഒരായത്താണ്, മറ്റുള്ള സൂറത്തുകളിൽ ആയത്തല്ല. അപ്പോൾ ഫാത്തിഹയിൽ ആയത്താണ്, മറ്റു സൂറത്തിൽ ആയത്തല്ല. ഇങ്ങനെയാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ്. അതോടുകൂടെ ഇപ്പം മറുപടി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട ബൈളാവി ഇമാം അവതരിപ്പിക്കുന്നത് ഏതാണ്? ഫാത്തിഹയിലും മറ്റു സൂറത്തുകളിലും ആയത്താണെന്നൊരു പക്ഷവും ആയത്തല്ല എന്നുള്ളൊരു പക്ഷവും. അതിന് രണ്ടിനും ഒരു കൂട്ട ആലിമീങ്ങളെ രണ്ട് ഭാഗത്തും അവതരിപ്പിച്ചു. ആ രണ്ട് ഷിക്ക് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യൽ തീരുമാനം. ഇവിടെ മദ്ഹബ് പഠിപ്പിക്കലും മദ്ഹബിൽ എന്തൊക്കെ ഖിലാഫുണ്ട് എന്ന് പഠിപ്പിക്കലും അല്ല ലക്ഷ്യം. നമ്മളെ മദ്ഹബ് അത് സുബൂത്താക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ മുഖാലിഫീങ്ങളെ അപ്പുറത്തൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിൽ എന്ത് ചെയ്തു? ഇത്തരം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു മദ്ഹബ് വരാതിരുന്നത് ഈ രണ്ടെണ്ണത്തിക്കും ഇത് പെടുത്താൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായമായിട്ട് പറയണം, പറയാം. പക്ഷേ അവിടെ ബൈളാവി ഇമാമിൻ്റെ പോക്ക് എത്ര മാത്രമേ ഉള്ളൂ? രണ്ട് ഷിക്ക് പെട്ടതാണോ പെട്ടതല്ലേ, ആ ചർച്ചയാണ്. അപ്പോൾ എന്താണ്? ഷാഫിഈക്കൾ പറയുന്നതിനോട്, ഷാഫിഈയ്യത്തിനോട് ഭാഗികമായി യോജിക്കുന്നു, ഫാത്തിഹയിൽ പെട്ടതാണ്. എന്നാൽ അവരോട് മുഖാലഫത്തും ആകുന്നു, മറ്റു സൂറത്തിൽ പെട്ടതല്ല. അപ്പം മറ്റവരോട് യോജിക്കുന്നു. അപ്പോൾ ഇത് രണ്ടു സ്ഥലത്തേക്കും ആരെ വെക്കണം? അഹ്മദ് ബിൻ ഹംബലിനെ വെക്കണം. അപ്പോൾ അത് രണ്ടിലും പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ പറയാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മൊത്തത്തിൽ ഇത് സംബന്ധമായി നമ്മൾ പറയുമ്പം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ മദ്ഹബിന് ഒരു സ്വഭാവമുണ്ട്. അതെന്താണ്? നമ്മൾ ഷറഹ് മുസ്ലിമിലൊക്കെ ഇപ്പം 4 മദ്ഹബ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ 3 മദ്ഹബാണ് അധികവും പറയാം. 4ാമത്തെ മദ്ഹബ് അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബ് പലപ്പോഴും പോകും. ചിലപ്പോഴൊക്കെ ഒക്കാല അഹ്മദു അല്ലെങ്കിൽ വൈന്ദ അഹ്മദ എന്ന് പറഞ്ഞിട്ട് പറയും. നേരെ മറിച്ച് ഈ അഹ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബ് പലപ്പോഴും കാണാറില്ല. അപ്പോൾ എല്ലായിടത്തേക്കും കിതാബിൽ എല്ലായിടത്തേക്കും ഉപകരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അതിന് ഉസ്താദുമാർ കാരണം പറയാറുള്ളത് അഹ്മദ് ബിൻ ഹംബലിന്, ഉസ്താദുമാർ തന്നെ പറഞ്ഞ കാരണമാണ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അധിക വിഷയങ്ങളിലും 2 കൗലുണ്ടാവും. അതുകൊണ്ട് ആൾ മോശക്കാരനാകുന്നില്ല. അത് ആളുടെ ഇൽമിൻ്റെ ആഴമാണ് അറിയിക്കുന്നത്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊന്നും നമ്മൾ മോശമാക്കരുത്. അശ്ശാഫിഇയ്യ ഫസ്ർത്തൽ ഹംബലിയ്യ ബിലാ ഹജ്രിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതിലില്ലേ, ആ സംഭവം തന്നെ ഷാഫിഈ മദ്ഹബിൽ നിന്ന്, അത് ഞാൻ ആ സംഭവം നേരിട്ട് കണ്ടിട്ടില്ല, ഒരു ഉസ്താദുമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് എന്താണ്? ഈ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് സങ്കടം പറയാണ്, സ്വപ്നത്തിൽ സങ്കടം പറയാണ്, നബി തങ്ങളെ ഇത്രയും പാടുപെട്ട് ഞാനൊരു മദ്ഹബ് ഉണ്ടാക്കിയിട്ട് ഇത് ആളുകൾ സ്വീകരിക്കുന്നില്ലല്ലോ, വേണ്ടത്ര അങ്ങോട്ട് കൈക്കൊള്ളുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനോട്, ജിലാനി തങ്ങളോട് അതൊന്ന് സ്വീകരിക്കാൻ പറയും, എൻ്റെ മദ്ഹബ് ഒന്ന് അംഗീകരിക്കാൻ പറയും, എൻ്റെ മദ്ഹബ് അനുസരിച്ചൊന്ന് ജീവിക്കാൻ പറയും, എന്നാൽ എനിക്കതൊരു മാർക്കറ്റാണല്ലോ, എന്നെ ആളുകളൊന്ന് മാനിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പം റസൂലുള്ള മുഹീദ്ദീൻ ഷെയ്ഖിനോട് സ്വപ്നലോകത്ത് പറഞ്ഞു. അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് ആ മദ്ഹബ് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സംഭവം കണ്ടിട്ടില്ല കേട്ടോ, അത് അഡ്വാൻസ് ആയിട്ട് പറയാണ്. എന്നോട് പറഞ്ഞ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, അദ്ദേഹം കണ്ടിട്ടുണ്ട്. കാണുന്നത് മാത്രം പറയുന്ന ആളാണെന്നാണ് അദ്ദേഹത്തെ പറ്റി എൻ്റെ വിശ്വാസം. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആക്കെന്തിനാപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അഹ്മദ് ബിൻ ഹംബലിനെ നമ്മൾ മോശമായി കരുതരുത്. പക്ഷേ അധിക മസലകളിലും 2 അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് പറയുന്നതിൽ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ പറയാതെ പോകുന്നത്. പിന്നെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ 2 ഷിക്കിലും അത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ 2 ഷിക്കിലും അത് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അത് പറയാതെ പോയത്. അതാണ് മറുപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം ബിസ്സവാബ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.